slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. അപ്പോൾ വെൽക്കം ബാക്ക് ടു വീഡിയോ ഓഫ് സോൺ ഓഫ് ഗെയിമിംഗ്. ഇന്ന് നമ്മൾ ഗെയിമൊന്നും കളിക്കാൻ വേണ്ടിയില്ല വന്നത്. നിങ്ങൾ ചോദിച്ചൊരു വീഡിയോ റിവ്യൂ ആണ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ, ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ എനിക്ക് പറഞ്ഞിരുന്നു. എനിക്ക് വീഡിയോ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാനൊന്നും വലിയ പിടുത്തമില്ല. അതെ, നമ്മുടെ ചെക്കൻ അതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ അതെ, കൂടുതൽ പ്രോ ടിപ്സ് അറിയണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള ടീംസിന്റെ വീഡിയോ എടുത്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു പെയിന്റ് പാട്ടയുടെ അടപ്പ്, പിന്നെ ഒരു കാർഡ്ബോർഡ് പെട്ടി, പിന്നെ എൻ്റെ ഫോണാണ് ഇതിന്റെ മെയിൻ സാധനം. ശരിക്കും പറഞ്ഞാൽ ഇതിന് വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോ മൗസ് സ്റ്റിയറിംഗ് പോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ ഇവൻ ഫോൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫോണ് മൗസ്, അതായത് എക്സ്ട്രാ വരെ മൗസിന്റെ ആവശ്യമില്ല. കുറച്ച് നമ്മള് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. എക്സ്ട്രാ മൗസ് മേടിക്കാനുള്ള ആ ഒരു ക്യാഷ് നമ്മുടെ അടുത്ത് അന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മളിത് അപ്ഗ്രേഡ് ചെയ്ത് മൗസ് സ്റ്റിയറിംഗ് ആക്കി, മൗസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് പവർ സ്റ്റിയറിംഗ് ഒക്കെ ആക്കി. ഇനി ശരിക്കും വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല, പിന്നെ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഒരു വീഡിയോ ഇടുന്നെന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് ഇത് മെയിൻ ആയിട്ട് ഫോൺ എന്തായാലും വേണം. എങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്കാണ് ഫോണിന്റെ ആവശ്യമില്ല, മൗസ് യൂസ് ചെയ്യുന്നവർക്ക് ഫോണിന്റെ ആവശ്യമില്ല. അല്ലാതെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഫോൺ എന്തായാലും വേണം, കാരണം ഫോണിന്റെ അകത്താണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. വേറെ സെറ്റപ്പ് ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റിയറിംഗിന്റെ ആ ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ജോയിസ്റ്റിക്ക് പോലെയൊക്കെ ആക്കിയിട്ട് നമ്മൾ കളിക്കത്തില്ല, ആ ഒരു സംഭവം തന്നെ അത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ആപ്പ് വേണം, ആപ്പും സോഫ്റ്റ്വെയറും വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഡിസ്കോഡ് സെർവർ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതിന്റെ തന്നെ നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കയറി വരിക, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുക, ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ പെഡൽസ് നോക്കുകയാണെങ്കിൽ അതിനൊരു മൗസ്, പഴയൊരു മൗസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു മൗസ് എടുത്ത് വെച്ചിട്ട് പെഡൽസിന് മാത്രമേ നമ്മൾ മൗസ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മൗസ് സ്റ്റിയറിംഗ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എക്സ്ട്രാ വേറെ പെഡൽസ് ഉണ്ടാക്കാൻ പറ്റും. അതെ, അതിന് വേറെ കുറെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ബേസിക് സെറ്റപ്പ് മാത്രം. നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്തതായിരിക്കും. അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയർ എങ്ങനെ കണക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ഇതിന്റെ സോഫ്റ്റ്വെയർ. നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ആപ്പ്. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയർ ഇത് എടുക്കുന്നതിന് മുന്നേ എല്ലാ ദിവസവും ഒന്ന് വിജോയ് സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ ഇത് ഓപ്പൺ ആയി വരത്തുള്ളൂ. ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ രണ്ടും സെയിം വൈഫൈയിൽ കണക്ട് ആവണം. നോർമലി ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആകുന്നത്. ഇതിന്റെയൊക്കെ ലിങ്ക് ഡിസ്കോഡ് സെർവറിലുണ്ടാവും. എല്ലാവരും കയറി വരിക, ഡൗൺലോഡ് ചെയ്യാം. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കോൺടാക്ട് ചെയ്യാൻ ഡിസ്കോഡ് ജസ്റ്റ് ഇവിടെ ആക്സിലോമീറ്റർ കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡിസ്കോഡ് സെർവറിൽ വരിക. എന്നിട്ട് ഡിസ്കോഡ് സെർവറിൽ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരി, എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ ഓൺലൈൻ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞുതരും. ഇനി ഇത് ഗെയിമില് സെറ്റപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് കാണണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗെയിം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്താണ് ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വർക്ക് ആകത്തുള്ളൂ ഗെയിമില്. അതെങ്ങനെയാണെന്നാണ് ഇപ്പൊ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ ഇത് മാറ്റിയിട്ട് കീബോർഡ് ഉള്ളിലേക്ക് കിടക്കുന്ന മാറ്റി കീബോർഡ് പ്ലസ് വിജോയ് ആക്കുക. എന്നിട്ട് ഈ സ്റ്റിയറിംഗ് സെൻസിറ്റിവിറ്റി ഫുൾ ആക്കിയിട്ടാൽ മതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടെ കൺട്രോൾ ടൈപ്പ് വീലാക്കുക. ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് മാനുവൽ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യണം. ഈ ഡെഡ് സോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചിട്ട് ഇത് സെന്ററിൽ ഇടുക. അപ്പൊ നമ്മുടെ ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് വീഡിയോ ഒന്നും കൂടി കാണിച്ചു തരാം. വീഡിയോസ് ഒക്കെ ഓൾറെഡി ഷോർട്ടായിട്ട് ചാനൽ ഇഷ്ടം പോലെ കിടക്കും. ചാനൽ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും നമ്മള് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കൂടെ അതൊന്ന് ചെറുതായിട്ട് ഉൾപ്പെടുത്തുന്നു. ഓക്കെ, നമ്മുടെ ആപ്പ് സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഗെയിമിൽ വന്നത് ജസ്റ്റ് എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ വെതറും ക്ലൈമറ്റും ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഫോണിന്റെ കൈ പിടിച്ചോണ്ടാണ് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവുന്നത്. ഫോൺ ജസ്റ്റ് കൈ പിടിച്ചിട്ട് ആക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ കറക്റ്റ് ഫോണ് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് സംഭവം സെറ്റ് ആകും. ഇതിന്റെ
ചാനലിൽ തന്നെ ഒത്തിരി ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സംഭവം എങ്ങനെയാണ്. അപ്പൊ അത്രക്കേ ഉള്ളൂ. ഇനി എപ്പോഴെങ്കിലൊക്കെ നെക്സ്റ്റ് ലെവലിൽ കാണാം. ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതെ അതെ. ഇപ്പൊ അത് നമ്മള് നല്ല അടിപൊളിയായിട്ടുള്ള ട്യൂട്ടോറിയൽ ആയിരിക്കും. ഇപ്രാവശ്യം ചെറിയൊരു ട്യൂട്ടോറിയൽ, കാരണം സിമ്പിൾ വർക്ക് ആയതുകൊണ്ട് ചെറിയൊരു ട്യൂട്ടോറിയൽ ആയിരുന്നു. അപ്രാവശ്യം നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മള് പുതിയ വീഡിയോ ഇറക്കുന്നതായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിരുന്നു, അതുകൊണ്ടാണ്.